മരണത്തിൻ്റെ വലിയ ചങ്ങല പൊട്ടിച്ച് മാറ്റുന്നു. ദി ചെയിൻ ഓഫ് ഡെത്ത് ഈസ് ബ്രോക്കൺ ടുഡേ. മരണദൂതൻ ദൈവമക്കളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനു മുൻപേ ദൈവം ഹി റേസത്ത് അപ്പ് എ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. അത് ദൈവം തൻ്റെ മക്കൾക്കെതിരായിട്ട് വരുന്ന ദുഷ്ടനെ ദൂരത്ത് നിന്ന് കണ്ടേ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളത് വെച്ച് പ്രാർത്ഥിക്കണം, അത് ചെയ്തെടുക്കണം. ദൈവം നമ്മളോട് പറയാതെ ഒന്നും ചെയ്യൂല. നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുകയെങ്കിൽ ദൈവവചനം എടുക്കുന്ന എല്ലാ മക്കൾക്കെതിരായിട്ട് പിശാച് പ്രവർത്തിക്കും. ആണ്ടിൻ്റെ അവസാനമാകുമ്പോൾ അവൻ കുറേ കൂടെ പ്രയത്നിക്കും. പക്ഷെ നമ്മൾ നിൽക്കണം, ഉറച്ച് നിൽക്കുക. കർത്താവെ, ഞാൻ നിൽക്കുകയാണ് നിൻ്റെ സന്നിധിയിൽ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്വപ്നം കാണട്ടെ, നമ്മുടെ സ്നേഹിക്കുന്ന ആരെങ്കിലും മരിച്ചു പോകുന്നു, അല്ല ഒരാൾക്ക് വലിയ ആപത്ത്, വലിയ ഒരു പാമ്പ് വന്ന് കടിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പലരും എന്നെ വിളിച്ച് പറയണം. അത് ചെറുതായിട്ട് എടുക്കരുത്. അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ പാമ്പിൻ്റെ തല വെട്ടി മാറ്റുന്നിടം വരെ ഒരു സമയം പ്രാർത്ഥിച്ചിട്ട് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മരണദൂതൻ നിൽക്കുന്നെങ്കിൽ മരണദൂതൻ മാറിപ്പോകുന്നിടം വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അത് അറിയാൻ വയ്യെങ്കിൽ വേറൊരാളെ കൂടെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. അത് നിങ്ങൾ ഏത് സഭയിലാണെന്ന് വെച്ചാൽ അവിടെ ഉള്ളിടത്തേക്ക് ഒന്ന് ഉപദേശം കിട്ടും. അത് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അത് ചെറുതായിട്ട് എടുക്കരുത്. അതൊരു സ്വപ്നമാണെന്ന് വിചാരിച്ച് അത് തള്ളിക്കളഞ്ഞാൽ അത് സംഭവിക്കും. സ്വപ്നത്തിനെ മാറ്റിമറിച്ചിട്ട് അതിൻ്റെ മുകളിൽ മേലെടുത്തെഴുതിയിട്ട് എൻ്റെ ദൈവത്താൽ ആ ബാധ അഴിഞ്ഞു പോയിരിക്കുന്നു, അത് മാറിപ്പോട്ടെ എന്ന് പറയും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സങ്കടകരമായ സ്ഥിതി ദൈവം കാണിച്ചു തരും എന്നെ. ഞാൻ മിക്കപ്പോഴും പറയാറില്ല, പക്ഷേ ഞാനത് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, അവർക്ക് ആ പ്രശ്നം മാറ്റിക്കൊടുക്കാതെ അത് ശരിയാകത്തില്ല കർത്താവ്. പല പ്രാവശ്യം അത് പ്രാർത്ഥിച്ചുമ്പോൾ നമുക്കറിയാം. കുറച്ച് കഴിയുമ്പം പിന്നെ അവരോട് പറയുമ്പം ഓരോരു വലിയ പ്രശ്നങ്ങൾ ചെറുതായിട്ട് മാറുമ്പോൾ ഞാൻ പറയും, ദൈവാത്മാവ് പറഞ്ഞിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു എന്ന്. അതൊരു വലിയ അനുഗ്രഹം. അങ്ങനെയുള്ള കൂട്ടുകാർ നമുക്ക് കിട്ടിയെങ്കിൽ ദൈവം നമ്മളോടൊരു കാര്യം വേറൊരാളുടെ പ്രയാസം പറയുമ്പം അത് ഓടിച്ചെന്ന് അവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം 2-3 ദിവസം അതെടുത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിനൊരു ഉത്തരം ദൈവം തരും. ഏതൊരു പ്രശ്നത്തിനും കർത്താവ് വചനത്തിൽ ഉത്തരം തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. അത് എളുപ്പമുള്ള കാര്യമാണ്, ദൈവത്തിന് എളുപ്പമാണത്. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നത് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഏത് സ്വപ്നം നമുക്ക് അനുകൂലമല്ലെങ്കിൽ കർത്താവിനോട് മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, അവൻ എൻ്റെ മുമ്പേ പോയി ഈ ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയണം. അതുകൊണ്ടാണ് യെശയ്യാ 45:2 പറയുന്നത്, ജാതികൾ അവൻ്റെ ഭർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമ്രവാതിലെ തകർത്ത് ഇരുമ്പോടാമളെ കണ്ണിച്ച് കളി നിന്നെ പേർച്ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു. ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ മേൽ പിശാച് കളിക്കാൻ നോക്കുമോ? നമ്മൾ വചനമെടുത്ത് തന്നെ പറഞ്ഞത് റെഫ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒരാൾ തോറ്റു എന്ന് പറഞ്ഞ് നല്ലതായിട്ട് പരീക്ഷ എഴുതിയൊരു കുട്ടി തോറ്റു എന്ന് പറഞ്ഞു വെച്ച് തോറ്റു പിന്നെയും പരീക്ഷ എഴുതാൻ പറയും. അപ്പോൾ ആരെങ്കിലും ബുദ്ധിയുള്ളവർ നീ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് തോറ്റത്? നമുക്കൊന്ന് റീവാലുവേഷൻ ചെയ്യാമെന്ന് പറയും. അത് പോയി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് റീവാലുവേറ്റ് ചെയ്യുമ്പം ആ കുട്ടിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ്സിന് മാർക്കുണ്ട്. ശരിയല്ലേ? ഒരാൾ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രയത്നിക്കാൻ ഒരാളെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭവനത്തിൽ ഒരാളെങ്കിലും വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അത് നമ്മൾ ചെയ്താൽ മരണത്തിൻ്റെ ചങ്ങലകൾ, അതായത് ഈ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊന്നും ചെയ്യാതെ എന്തുമാത്രം ചെറുപ്പക്കാരല്ലേ ഇപ്പം മരിച്ചു പോകുന്നത്. ദീർഘായുസ് ദൈവം തന്ന ദാനമാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് എത്ര പേർക്കത് വാങ്ങിക്കാൻ നോക്കുന്നു? നമ്മൾ ഓരോന്ന് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അയ്യോ അതാണ് ഇതാണെന്നും പറഞ്ഞങ്ങ് അത് വളരെ ലാഘവമായിട്ട് എടുക്കരുത്. വി ആർ ബി വിജിലൻറ്റ്. ഇതിൻ്റെ ആത്മാ അങ്ങനെ തന്നെ. നമുക്ക് 38 യെശയ്യാവിനകത്ത് നമുക്കൊരു ഭാഗം വായിക്കാം. യെശയ്യാവിനോട് ദൈവം പറയുന്നത് 38 യെശയ്യാവിനല്ല, ഹിസ്കിയാവ് രാജ്. ആ കാലത്ത് ഹിസ്കിയാ രാജ് മരിക്കത്തക്ക രോഗം പിടിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവം തമ്പുരാൻ പിന്നെ യെശയ്യാ പ്രവാചകനെ കൊണ്ട് പറഞ്ഞയച്ചു പറയിപ്പിക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകത്തില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് ഹിസ്കിയാ രാജാവിനോട്, ഒരു രാജാവിനോട് എന്ന് പറയുന്നത് എളുപ്പമല്ല, പക്ഷേ അന്ന് ദൈവം പറഞ്ഞാൽ പറയും. അവർ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാ രാജാവ് കരയാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നി. മരിക്കുമെന്ന് തീർത്തും പറഞ്ഞ ഈ പ്രവാചകനോട് തന്നെ തിരിച്ചു പറഞ്ഞു, നീ തിരിച്ചു എന്നിട്ട് പറ, ഇല്ല അവനോട് ഞാൻ കരുണ തോന്നിയിരിക്കുന്നു. എന്തൊരു നല്ല ദൈവമല്ലേ! അതെന്തുകൊണ്ട് നമുക്ക് വാങ്ങിച്ചുകൂടാ?
അപ്പോൾ ഹിസ്കിയാ രാജാവ് കരയുന്നുണ്ട്. ദൈവത്തിന് കരുണ തോന്നിയിട്ട് ദൈവം ഹിസ്കിയാവിനോട് തിരിച്ച് പറയിപ്പിക്കുന്നു, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായി ഇപ്രകാരം യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. ആർക്കോ ദൂത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കണ്ണുനീര് അവൻ കണ്ടിരിക്കുന്നു. അവൻ നമുക്ക് ഉത്തരം തരാതെ ഇന്ന് മാറുകയില്ല. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. എന്ത് വേണം? അടയാളം വേണേൽ ചോദിച്ചോളാൻ പറഞ്ഞു. 15 വർഷം കൂടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു. എത്ര ജീവിതത്തിൽ എത്ര പേരോട് ഈ വചനം പറഞ്ഞ് 15 വർഷം നീട്ടിക്കൊടുത്ത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഈ വചനം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന്. ദൈവം തൻ്റെ വചനം തിരിച്ചു പറയുമ്പം അതിന് വിപരീതമായിട്ട് ചെയ്യുകയില്ല. പക്ഷെ വചനം തിരിച്ചു പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ 15 വർഷം നീട്ടിക്കൊടുത്തതിനുള്ള ഘടികാരം പുറകോട്ട്, മുൻപോട്ട് പോകാൻ എളുപ്പമാണ്. പുറകോട്ട് 15 പടി പുറകോട്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സൂര്യൻ പുറകോട്ട് പോകുക എന്ന് ദൈവത്തിനെ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്ര വലിയ അതിശയം ചെയ്ത് ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ കേൾക്കുന്നു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് വന്നു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളയുന്നതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ വാക്യം 17 വായിക്കുന്നത്. അങ്ങനെയാണ് ഈ 38:17. സമാധാനത്തിന് എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പോരെ ദൂത് പോരെ, എടുത്ത് വായിക്കണം. ഹബക്കൂക്കിനകത്ത് 2:2-4 2 തൊട്ട് യഹോവ ഇപ്രകാരം ഉത്തരം അരുളി ചെയ്യുന്നു, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം, താമസിക്കയില്ല. വ്യക്തമായിട്ട് പറയുന്നു. ദൈവം പറയുന്നത് നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുന്നു. നമ്മുടെ വിശ്വാസം എവിടെ പോയി? ഒരു പ്രശ്നം വരുമ്പം നമ്മളെല്ലാവരും തളരുന്നുണ്ട്. ആ തളരുമ്പം ആരെങ്കിലും ദൈവം അയച്ച് നമ്മളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. പലപ്പോഴും ഞാൻ പലയിടത്തും പോയി വചനം പറയുമ്പോൾ ഈ പ്രയാസമുള്ളവരടുത്ത് വരുമ്പോൾ അവരുടെ തലയിലൊന്നും കയറൂല. പക്ഷെ ഒന്നുമല്ല, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, ആ വചനത്തിൻ്റെ സാന്നിധ്യം, ഏതെങ്കിലും ഒരു വേഴ്സ് അവരെ തൊട്ടാൽ മതി, ഒറ്റ വചനം, അത് സംഭവിക്കും. യെശയ്യാ 26:3, അതായത് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. എനിക്കൊരു ശാശ്വതമായൊരു പാറയാണ് അവൻ. അതിന് ഞാൻ മാറത്തില്ല. എൻ്റെ പാറയെന്ന് വിട്ട് ഞാനൊരു കാര്യം പോകത്തില്ല പറയണം. അതുകൊണ്ട് ജെറമയ്യ 15:19 തൊട്ട്, അതുകൊണ്ട് യഹോവ ഇപ്രകാരമാണ് ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിൻ്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയത്തില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കത്തില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. ഇതുകൊണ്ട് എന്ത് വാഗ്ദത്വമാണ് വേണ്ടിയത്? നമ്മൾ ആ പക്ഷത്ത് ഒരാൾ നമ്മളെ പേടിപ്പിക്കാൻ വന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിമാറി നടക്കുന്നു, നമ്മൾ ആ പക്ഷത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെപ്പോഴും കാശ് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അടുത്തിടെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, അദ്ദേഹം കാശില്ലാത്ത കാശ്, അവന് ഏറ്റവും ഫാൻസി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ വീട് പുലർത്തുന്ന അപ്പൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റു കൂട്ടുകാർക്ക് വലിയ കാറുണ്ടല്ലേ, മോട്ടോർ സൈക്കിളുണ്ട്, അതുപോലെ വേണമെന്ന് പറയുന്ന മക്കൾ, അതിനെന്താ ഞാൻ പറയേണ്ടത്? എല്ലാം കൊടുത്ത് വളർത്തി കതിരെ കൊണ്ട് നമ്മൾ വളമിട്ടിട്ട് എന്ത് ചെയ്യും? നമുക്ക് ക്ഷമ ചോദിക്കാം ദൈവത്തിന്, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഈ തലമുറകൾ എങ്ങോട്ട് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സകല സുഖങ്ങളും കൊടുക്കുന്നതെന്ന് എടുത്തു മാറ്റാമോ കർത്താവേ? നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അല്പം കഷ്ടം കൂടെ കാണിച്ച് പഠിപ്പിക്കാനുള്ള കൃപ തരണം. എല്ലാം സുഖം, എന്നെക്കാട്ടി നല്ലതായിട്ട് എൻ്റെ മക്കളാകണം എന്ന് വിചാരിച്ച് നമ്മൾ കാട്ടിക്കൂട്ടും. പലപ്പോഴും അത് പ്രയാസമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്നും മാറ്റി നിർത്തിയാണ് ദൈവം തൻ്റെ മക്കളെ
ശദ്രക് മേശക് അബേദ്നെഗോനെ, ദാനിയേലിനെ, ജോസഫിനെ ഒക്കെ വളർത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഞങ്ങൾ വന്ന് ചിന്തിക്കുന്നു? ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ മക്കൾ പ്രയാസത്തിൻ്റെ നടുക്ക് നിന്നാലും ഉറച്ചു നിൽക്കാനുള്ള കൃപയും, അനുഭവ വെളിച്ചത്തിൽ ദൈവത്തെ മറുത്തു പറയുന്ന പിശാചിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് വേരോട് പറിച്ചെടുത്ത് കളഞ്ഞ് കുഞ്ഞുങ്ങളെ നേർവഴിക്കൊണ്ട് നിൻ്റെ മുമ്പിൽ നിർത്തുകയാണ്. അവരെ നിൻ്റെ അരയ്ക്ക് കെട്ടിവെച്ച് വെക്കത്തുള്ളൂ. നിൻ്റെ വചനം അവരുടെ കാലുകൾക്ക് ദീപമാണ്, അവരുടെ പാതയ്ക്ക് പ്രകാശമാകണം. ആ വചനം ഇടതും വലതും മുൻപും പിൻപും ഇടതും വലതും മുകളിലും താഴെയും ഞങ്ങൾ വേലിയിട്ട് കാപ്പിച്ചു. എങ്ങോട്ട് പോകും? ഈ വചനം മാറി എങ്ങോട്ട് പോകാൻ? ഈ വചനം ജീവനുള്ള വ്യക്തി പോലെ അവിടെ നിൽക്കുകയാണ്. ഈ വചനം ചെന്ന് പ്രവർത്തിക്കണം. ഇത് ഇരുവാഴ്ത്തലുള്ള ജീവനുള്ള വചനം. വേറെ ഒന്നും ഞങ്ങൾ ആരോടും പറയുന്നില്ല. എൻ്റെ വചനം അയക്കുക. ആ വചനം ചെന്ന് കൊണ്ടിട്ട് ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധി ഇട്ട് കൊടുത്ത് യഹോവയുടെ ആത്മാവിനെ ഇട്ട് നിറച്ച് തലമുറമേലിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് പോയ വഴിയെന്ന് സുബോധത്തോടെ തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥത കൊടുക്കാതെ ഹേമിക്കണം. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു വിശുദ്ധ കുടുംബമായിട്ട് ഒരു നല്ല ഹൃദയത്തിൽ സമാധാനത്തോടെ ആട്ടിടേൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നല്ല സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ ജീവനുള്ള വൃക്ഷമായിട്ട് ജീവിപ്പാൻ ഇടയാക്കണം. മരിച്ചു നടക്കുന്ന മക്കളുണ്ട്, പക്ഷേ മരിച്ച് നടിക്കുന്നവർ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നിന്നോട് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. അതിനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവിടുന്ന് അത് ചെയ്യുന്നതിന് സ്തോത്രം. മരണത്തിൽ നിന്ന് നീക്കിക്കൊണ്ടുവന്നത് നല്ലവണ്ണം ശിക്ഷണം കൊടുത്ത് പഠിപ്പിച്ച് നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ച് നിനക്ക് യോഗ്യമുള്ള പാത്രങ്ങളാക്കുകയും നിനക്ക് മഹത്വം കൊടുക്കുന്നവരുമായി മാറട്ടെ. അങ്ങനെ തന്നെ പ്രാർത്ഥന അയക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.